ഹലോ ഡി സ്റ്റുഡൻസ്, ഇത് നമ്മൾ നോക്കുന്നത് അണ്ടർസ്റ്റാൻഡിങ് സയൻറ്റിഫിക് ടമ്പർ ബൈ വൈശാഖൻ തമ്പി. വൈശാഖൻ തമ്പിയുടെ സയൻറ്റിഫിക് ടമ്പറിനെ കുറിച്ചുള്ള ഒരു സ്പീച്ച് നടത്തിയിട്ടുണ്ടായിരുന്നു അദ്ദേഹം. അതിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. നോക്കാം. സോ ആദ്യം ഓതറിനെ കുറിച്ച് നോക്കാം. വൈശാഖൻ തമ്പി ഈസ് എ ഫിസിക്സ് പ്രൊഫസർ അറ്റ് മഹാത്മാഗാന്ധി കോളേജ്, തിരുവനന്തപുരം. ഹി വാസ് എ റിസർച്ച് ഫെലോ അറ്റ് NIST 2010 to 2016. He has a PhD in material science. His main areas are material science and science communication. He was a member of the Academic Council, MG University and School Education Working Group. Then he received awards like Joseph Mundasheri Prize, P.T. Bhaskara Panikkar Fellowship and MC Namboodiripad Prize. So, ഇതൊക്കെയാണ് വൈശാഖൻ തമ്പിയുടെ കുറിച്ചുള്ള ഒരു ബേസിക് ഐഡിയ. ദെൻ ഇനി അദ്ദേഹത്തിൻ്റെ ഈ ഒരു ടോക്കിനെ കുറിച്ച് നമുക്ക് നോക്കാം. ദ ടോക്ക് വാസ് ഗിവൺ ഇൻ എ വെബിനാർ ഇൻ 2011 ഫോർ ദ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത്. 2011 കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിലാണ് അദ്ദേഹം ഈ ഒരു ടോക്ക് നടത്തിയിട്ടുള്ളത്. കേരള ഈസ് നോൺ ഫോർ ഇറ്റ്സ് ഗുഡ് എഡ്യൂക്കേഷൻ സിസ്റ്റം, ബട്ട് തമ്പി ആസ്ക് ആൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ: ഡു എഡ്യൂക്കേറ്റഡ് പീപ്പിൾ റിയലി ഹാവ് എ സയൻറ്റിഫിക് ടമ്പർ? അപ്പോൾ കേരളത്തിലെന്ന് പറയുമ്പോൾ 99% ലിറ്ററേച്ചറുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. ഒരുപാടധികം വിദ്യാഭ്യാസമുള്ള ആളുകളാണ് കേരളത്തിലുള്ളത്. പക്ഷേ ഇവിടെയുള്ള ആളുകൾക്ക് ശരിക്കും സയൻറ്റിഫിക് ടെമ്പറുണ്ടോ, സയൻറ്റിഫിക് ആയിട്ടാണോ കാര്യങ്ങൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ചിന്തിക്കുന്നതെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ദെൻ മീനിങ് ഓഫ് സയൻറ്റിഫിക് ടെമ്പർ. എന്താണ് ഈ ഒരു സയൻറ്റിഫിക് ടെമ്പർ എന്നുള്ളതിൻ്റെ മീനിങ് നോക്കാം. സയൻറ്റിഫിക് ടെമ്പർ മീൻസ് തിങ്കിങ് ലോജിക്കലി ആൻഡ് ബിലീവിങ് ഓൺലി വാട്ട് ഹാസ് പ്രൂഫ്. സയൻറ്റിഫിക് ടെമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കാര്യങ്ങളെ വളരെ ലോജിക്കായിട്ട് ബുദ്ധിപൂർവ്വം ചിന്തിക്കുന്നതിനാണ് സയൻറ്റിഫിക് ടെമ്പർ എന്ന് പറയുന്നത്. എല്ലാ കാര്യങ്ങളും വിശ്വസിക്കാതെ അതിന് അതിനൊരു സത്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനൊരു തെളിവുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യാം, വിശ്വസിക്കുക. ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് നോയിങ് സയൻസ് ബട്ട് ഹാവിങ് എ സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡ് ഇൻ ലൈഫ്. നമുക്ക് ഒരുപാട് സയൻസ് അറിഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല, പക്ഷേ നമുക്കൊരു സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡ്, നമുക്ക് എല്ലാത്തിനോടും ഒരു സയൻറ്റിഫിക് മനോഭാവം നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ ആളുകൾ അന്ധവിശ്വാസങ്ങളും മറ്റുമൊക്കെ പറയുമ്പോൾ അതൊരിക്കലും അത് ശരിയല്ല, അത് തെറ്റാണ്. നമ്മൾ സയൻറ്റിഫിക്കായിട്ട് നമ്മൾ കാര്യങ്ങളെ അംഗീകരിക്കും, ആ ഒരു മനോഭാവം നമ്മൾ പ്രകടിപ്പിക്കുകയും കൂടി ചെയ്യുക. ഇറ്റ് ഹെൽപ്സ് പീപ്പിൾ മേക്ക് ഡിസിഷൻസ് ബേസ്ഡ് ഓൺ റീസൺ, നോട്ട് ബ്ലൈൻഡ് ഫെയ്ത്ത്. അപ്പോൾ ആളുകൾക്ക് എന്ത് ചെയ്യും, അവരുടെ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും എന്തിൻ്റെ ബേസിൽ, റീസണിൻ്റെ ബേസിലല്ലാതെ അവരുടെ ബ്ലൈൻഡ് ഫെയ്ത്തിൻ്റെ ജനറേഷനായിട്ട് പാസ് ചെയ്യുന്ന കാര്യങ്ങളുടെ ബേസിലല്ല. പക്ഷേ റീസൺ സയൻറ്റിഫിക്കലായിട്ട് അതിന് ഓക്കെ ആണെങ്കിൽ തീരുമാനം എടുക്കും. അല്ലെങ്കിൽ മറ്റേതും വിശ്വാസത്തിൻ്റെ പേരിൽ ഡിസിഷൻ എടുക്കാതെ നമ്മളെ സഹായിക്കുന്ന ഒരു സംഗതിയാണ് സയൻറ്റിഫിക് ടെമ്പർ എന്ന് പറയുന്നത്. ലൈക്ക് ആർട്ട് ഓർ ഹിസ്റ്ററി സെൻസ് ഇറ്റ് കനോട്ട് ബി ടോട്ട് ഡയറക്ട്ലി, ഇറ്റ് ഗ്രോസ് ത്രൂ പ്രാക്ടീസ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. ആർട്ടിനെ പോലെ അല്ലെങ്കിൽ ഹിസ്റ്ററി പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് നേരിട്ട് ഒരാൾക്ക് പഠിപ്പിച്ചെടുക്കാൻ പറ്റുന്നൊരു സംഗതിയല്ല സയൻറ്റിഫിക് ടെമ്പർ. ഇതൊക്കെയാണ് സയൻസ്, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും. പക്ഷേ ഈ ഒരു സയൻറ്റിഫിക് ടെമ്പർ എന്ന് പറയുന്ന സംഗതി അത് ഓരോരുത്തരുടെ മൈൻഡിലും അവരുടെ സ്വഭാവത്തിലും അവരുടെ പെരുമാറ്റത്തിലും അവരുടെ ചിന്തിക്കുന്ന രീതിയിലൊക്കെ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു സംഗതിയാണ് ഈ സയൻറ്റിഫിക് ടെമ്പർ എന്ന് പറയുന്നത്. നമ്മൾ പ്രാക്ടീസിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നതിലൂടെയൊക്കെ ഉണ്ടാകുന്ന ഒരു സംഗതിയാണ് സയൻറ്റിഫിക് ടെമ്പർ എന്ന് പറയുന്നത്. എ പേഴ്സൺ വിത്ത് സയൻറ്റിഫിക് ടെമ്പർ ask questions, check facts before believing, changes opinion when new evidence comes. ഇപ്പോൾ ഒരു സയൻറ്റിഫിക് ടെമ്പറുള്ള ഒരാൾ എന്ത് ചെയ്യും, ആൾ ക്വസ്റ്റ്യൻ ചോദിക്കും. അതുപോലെ തന്നെ എന്തൊരു സംഗതിയെയും അത് ബ്ലൈൻഡായിട്ട് വിശ്വസിക്കുന്നതിന് മുമ്പ് അതിനുള്ള സത്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യും. ദെൻ ചേഞ്ചസ് ഒപ്പീനിയൻ വെൻ ന്യൂ എവിഡൻസ് കംസ്. അതുപോലെ തന്നെ ഒപ്പീനിയൻസ്, അവർ പറഞ്ഞിട്ടുള്ള തീരുമാനങ്ങൾ അല്ലെങ്കിൽ അവരെടുത്തിട്ടുള്ള തീരുമാനങ്ങളൊക്കെ മാറ്റും പുതിയ തെളിവുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ.